നമസ്കാരം. സ്റ്റെതസ്കോപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു അസുഖമാണ്. എന്നാൽ നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു നൂതന ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത്. മാഗ്നിഫയിങ് എൻഡോസ്കോപ്പി. ദഹന വ്യവസ്ഥയിൽ വരുന്ന ക്യാൻസറുകളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമാക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. മാഗ്നിഫയിങ് എൻഡോസ്കോപ്പിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആസ്റ്റർ മിംസ് കോട്ടക്കലിലെ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മഹേഷ് മേനോനാണ്. വെൽക്കം സർ. താങ്ക് യു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ക്യാൻസറിന് എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ്, അത് കണ്ടെത്തിയാൽ ചികിത്സിക്കാം. പക്ഷേ കണ്ടെത്തുകയാണ് പ്രധാനം എന്ന് പറഞ്ഞു. കണ്ടെത്താൻ പ്രധാനമായി നമ്മൾ ഇന്നിപ്പോൾ മാഗ്നിഫയിങ് എൻഡോസ്കോപ്പി ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എൻഡോസ്കോപ്പി കാര്യങ്ങളാണ്. ആദ്യം തന്നെ ദഹന വ്യവസ്ഥയിൽ വരുന്ന ക്യാൻസറുകൾ എന്തെല്ലാം, അതിനെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വരുന്ന ക്യാൻസറുകൾ നമുക്കെന്നെ രണ്ടായി തരംതിരിക്കാം. അതായത് നമ്മുടെ വായ തൊട്ടിട്ട് നമ്മുടെ മലദ്വാരം വരെയുള്ള ക്യാൻസറുകളും, രണ്ടാമത്തേത് സോളിഡ് ഓർഗൻ ക്യാൻസർ എന്ന് പറയും. അതായത് നമ്മുടെ ആമാശയത്തിൻ്റെ ചുറ്റുമുള്ള ഓർഗൻസ്, അതായത് പാൻക്രിയാസ്, ലിവർ, പിത്തസഞ്ചി, പിത്തം പോകുന്ന ട്യൂബ്, ബൈൽ ഡക്റ്റ്, ഇതിൻ്റെയൊക്കെ ക്യാൻസറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് ഈ എൻഡോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് എൻഡോസ്കോപ്പിയിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് അന്നനാളത്തിലെ ക്യാൻസർ, ഈസഫേജിയൽ ക്യാൻസർ, സ്റ്റൊമക്കിലെ ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ, ചെറുകുടലിലെ ക്യാൻസർ, സ്മോൾ ബവൽ അല്ലെങ്കിൽ ലാർജ് ബവൽ, അതായത് കൊളോണിലെ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ. ഇതാണ് നമ്മൾ സാധാരണ മാഗ്നിഫയിങ് എൻഡോസ്കോപ്പിയെ ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് കണ്ടെത്തുന്നത് എൻഡോസ്കോപ്പിയിലൂടെയാണ്. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ആളുകൾക്കറിയാം, ചെറിയൊരു ക്യാമറ ഘടിപ്പിച്ചിട്ട് അതിലൂടെ ഇറക്കുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് മാഗ്നിഫയിങ് എൻഡോസ്കോപ്പി വ്യത്യസ്തമാവുന്നത്? ഈ എൻഡോസ്കോപ്പി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ജപ്പാനിലാണ്. ഇപ്പോൾ അന്നത്തെ കുറച്ച് ജാപ്പനീസ് കമ്പനികൾ ഈ എൻഡോസ്കോപ്പി അന്ന് തുടക്കകാലത്ത് 1950-കളിലാണിത് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് എൻഡോസ്കോപ്പി എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു ബ്ലൈൻഡായിട്ടൊരു ട്യൂബ് ഇറക്കിയിട്ടൊരു ഫോട്ടോ എടുത്ത് തിരിച്ചെടുത്ത് ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്തൊക്കെയായിരുന്നു. അവിടുന്ന് എൻഡോസ്കോപ്പി പ്രോഗ്രസ് ചെയ്ത് ഇന്ന് നമ്മൾ മാഗ്നിഫയിങ് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു എൻഡോസ്കോപ്പ് വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന എൻഡോസ്കോപ്പുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഫൈബർ ഓപ്റ്റിക് കേബിളാണ്. എൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ടാവും. ഈ ക്യാമറ വെച്ചിട്ട് ആ ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു സൂം ഫംഗ്ഷൻ ഉണ്ട്. ഒരു 10 to 20 ടൈം സൂം ചെയ്തിട്ടാണ് കാണുന്നത്. നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും ഒക്കെ തൊലിയും അല്ലെങ്കിൽ വൻകുടലിൽ കൊളോണോസ്കോപ്പിയാണെങ്കിൽ വൻകുടലിലെ തൊലിയൊക്കെ കാണുക ചെയ്യുന്നത്. ഈ കാണുന്ന സമയത്ത് ഒരു മിനിമം സൈസ് വേണം ട്യൂമറിന് നമുക്ക് എൻഡോസ്കോപ്പിയിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, സാധാരണ എൻഡോസ്കോപ്പിയിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്. അതായത് ഒരു വളരെ ചെറിയ ട്യൂമറോ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ട്യൂമറോ ആണെങ്കിൽ അത് സാധാരണ എൻഡോസ്കോപ്പിയിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാണില്ല. കാരണം അത് ആ ക്യാമറയ്ക്ക് അത്രയും റെസൊല്യൂഷൻ ഉള്ളൂ, അത്രയും സൂം ഫംഗ്ഷൻ ഉള്ളൂ. അവിടെയാണ് ഈ മാഗ്നിഫയിങ് എൻഡോസ്കോപ്പിൻ്റെ റോള് വരുന്നത്. അപ്പോൾ സാധാരണ എൻഡോസ്കോപ്പി ഞാൻ പറഞ്ഞല്ലോ 10 തൊട്ട് 20 ഇരട്ടി വരെയാണ് മാക്സിമം സൂം ചെയ്യാൻ പറ്റും, സൂമിങ് എബിലിറ്റി ഉള്ളത് തന്നെ. അതേസമയം മാഗ്നിഫയിങ് എൻഡോസ്കോപ്പിൻ്റെ സൂമിങ് എബിലിറ്റി 125 തൊട്ടിട്ട് 135 ഇരട്ടി വരെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 10 ടൈംസ് 10 ഇരട്ടി സൂമിങ് കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാവരും ക്യാൻസർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കുന്നത് വലിയൊരു മുഴ അല്ലെങ്കിൽ ശരീരം മൊത്തം സ്പ്രെഡായ ഒരു ഡിസീസ്. ഒരു സാധനവും ഒരു ദിവസം കൊണ്ട് ഒരു വലിയ മുഴയാവില്ലല്ലോ. അതൊരു കാലക്രമേണ പ്രോഗ്രസ് ചെയ്താണ് ഒരു വലിയ മുഴയാവുന്നത്. ഈ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് അതിന് നമ്മൾ പറയുന്ന ഡബിളിങ് ടൈം എന്നാണ് പറയുക. അതായത് ഒരു കുടലിൻ്റെ ക്യാൻസർ എടുക്കുകയാണെങ്കിൽ എല്ലാ 3 മാസവും അത് ഡബിൾ ചെയ്യും സൈസിൽ. ഇതൊരു ഏകദേശം എസ്റ്റിമേറ്റാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ക്യാൻസർ 3 മാസം കഴിയുമ്പോൾ 2 ആവും, അടുത്ത 3 മാസം കഴിയുമ്പോൾ 4 ആവും. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് ഡബിൾ ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ്, ഇതിവിടെയാണ് നമ്മളിതിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു 1 മില്ലിമീറ്റർക്കുള്ള ട്യൂമറാണെങ്കിൽ സാധാരണ എൻഡോസ്കോപ്പിൽ കാണാൻ കഴിയില്ല, അത് വളരെ ചെറുതായിരിക്കും. ആ സമയത്ത് നമ്മൾ പിക്ക് ചെയ്താൽ അതൊരു വലിയ ക്യാൻസറായി മാറുന്നതിന് കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എൻഡോസ്കോപ്പിലൂടെ തന്നെ അതിനെ ചികിത്സിച്ച് ക്യൂർ ചെയ്യാം. അതായത് കീമോയോ വേറൊന്നും ആവശ്യമില്ലാത്ത സ്റ്റേജിൽ. പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ് പോയാൽ പിന്നെ നമുക്ക് എൻഡോസ്കോപ്പിയിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഏർലി സ്റ്റേജ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഗ്രോത്ത് വളരെ മൈന്യൂട്ടായിരിക്കും. ഈ മാഗ്നിഫയിങ് എൻഡോസ്കോപ്പിയിൽ എത്ര മില്ലിമീറ്ററിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും? ഓക്കെ, അതിനെ ഇങ്ങനെ പറയാം. മാഗ്നിഫയിങ് എൻഡോസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ
അതിന് ഏറ്റവും ചെറുതായി കാണാൻ പറ്റുന്നത് 8 മൈക്രോൺ വരെ അതിനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു RBC നമ്മുടെ രക്തകോശം ഉണ്ടല്ലോ, ഒരു രക്തകോശം ഏകദേശം 8 മൈക്രോണാണ്. ഏകദേശം ആ വലിപ്പമുള്ള സാധനത്തിൻ്റെ സൈസ് വരെ അതിന് പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു ആമാശയം പോലെ വലിയൊരു അവയവത്തിൽ ഇത്രയും ചെറിയൊരു സാധനം പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിന് ചില പ്രോട്ടോക്കോളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ മിക്ക എൻഡോസ്കോപ്പിയും അൺസെഡേറ്റഡ് എൻഡോസ്കോപ്പിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ മയക്കിയിട്ടുള്ള എൻഡോസ്കോപ്പി അല്ല, സാധാരണ ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ടുള്ള എൻഡോസ്കോപ്പിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അത് എത്രയും പെട്ടെന്ന് തീരുക എന്നുള്ളതാണ് ആഗ്രഹം ആൾക്കാർക്ക്. പേഷ്യൻസിന് എപ്പോഴും അതാണ് താല്പര്യം. ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റിൽ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ മാഗ്നിഫൈങ് എൻഡോസ്കോപ്പി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരിക്കലും ട്യൂമർ പിക്ക് ചെയ്യാനും കഴിയില്ല. കാരണം നമ്മൾ നോക്കുന്ന ഈ അവയവം ആമാശയം ഒരു ബാഗ് പോലത്തെ സാധനമാണ്. നമ്മളതിനകത്ത് എയർ നിറച്ചിട്ടാണ് കാണുന്നത്. എയർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടാണ് കാണുന്നത്. അതിങ്ങനെ കാണുന്ന സമയത്ത് അതൊരു വലിയൊരു പൗച്ചാവും. ഒരു പ്ലാസ്റ്റിക് ബാഗ് എന്ന് കൂട്ടിക്കോളൂ, ഏതാണ്ട് അതുപോലെ ഒരു പൗച്ചാവും. അപ്പോൾ നമുക്ക് ഓരോ ഭാഗവും ഇങ്ങനെ അനലൈസ് ചെയ്ത് പോകുമ്പോൾ സമയമെടുക്കും. ഏകദേശം 10 മിനിറ്റ് 12 മിനിറ്റൊക്കെ സമയമെടുക്കും. എന്നാലേ അതൊരു തറോ എൻഡോസ്കോപ്പി ആവുള്ളൂ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബയോപ്സിയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും മിക്ക ആൾക്കാരുടെയും മനസ്സിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ഡോക്ടേഴ്സിൻ്റെയും മൈൻഡിൽ അങ്ങനെ തന്നെയാണ്. എൻഡോസ്കോപ്പി ചെയ്യുന്നു, ക്യാൻസർ ആണെന്ന് സംശയിക്കുന്നു, ബയോപ്സി ടെസ്റ്റ് എടുക്കുന്നു, ബയോപ്സിയിൽ ക്യാൻസർ എന്ന് വരുന്നു, സർജറിക്ക് പോകുന്നു. അപ്പോൾ ഇതിനകത്തുനിന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധാരണ എൻഡോസ്കോപ്പിൽ കാണുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനൊന്നും ചെയ്യാനില്ല, ബയോപ്സി എടുത്ത് അതോടെ തിരിച്ച് പിന്നെ സർജറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള തോട്ട് പ്രോസസ്സ്. പക്ഷേ ഇവിടെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഏർലി സ്റ്റേജ് ക്യാൻസർ ഉണ്ടോ എന്നാണ്. ഇപ്പോൾ ഏർലി സ്റ്റേജ് ക്യാൻസർ ഉണ്ടെങ്കിൽ ചില ക്യാൻസറുകൾക്ക് ബയോപ്സി പോലും ആവശ്യമില്ലാതെ ഡയറക്റ്റ് സർജറിക്ക് പോവാം. എന്നിരുന്നാൽ പോലും ഇത് ഓരോരോ രാജ്യത്തെ ഓരോരോ ഗൈഡ് ലൈൻസാണ്. അപ്പോൾ ഞാനീ പറയുന്നതൊക്കെ ജാപ്പനീസ് ഗൈഡ് ലൈൻസാണ്. അവിടെ ചില ക്യാൻസർ, ചിലതരം ആമാശയം ക്യാൻസറുകൾക്ക് ബയോപ്സി എടുക്കണം നിർബന്ധമില്ല, നേരെ സർജറിക്ക് വിടാം. അതായത് എൻഡോസ്കോപ്പിക് സർജറിക്ക് വിടാം. ഓപ്പൺ സർജറി അല്ല, എൻഡോസ്കോപ്പിലൂടെ സർജറിക്ക് വിടാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സൊസൈറ്റി റെക്കമെൻഡേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ ബയോപ്സി എടുക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എപ്പോഴും നമ്മൾ ബയോപ്സി എടുക്കും. എന്നിരുന്നാൽ പോലും ഈ ബയോപ്സിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് വളരെ ചെറിയ ട്യൂമറാണ്, ഉദാഹരണത്തിന് 4 മില്ലിമീറ്ററുള്ള ട്യൂമറാണെന്ന് കരുതുക. നമ്മൾ ബയോപ്സി എടുത്താൽ പിന്നെ ആ ട്യൂമർ അതിലൂടെ പോയി, പിന്നെ അവിടെ ട്യൂമർ ബാക്കിയില്ല, കാഴ്ചയിൽ ബാക്കിയില്ല. പക്ഷേ ട്യൂമറിൻ്റെ അംശം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സർജറി ചെയ്യാനോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിലെടുത്ത് മാറ്റാനോ കഴിയില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസാണ് നമ്മൾ സംശയിക്കുന്നത്. വളരെ ഏർലി സ്റ്റേജാണ് നമ്മൾ ബയോപ്സി എടുക്കില്ല, ഡയറക്റ്റ് എൻഡോസ്കോപ്പിലൂടെ എടുത്ത് മാറ്റാൻ പറയും. എന്നാലേ ആ ട്യൂമർ ഫുള്ളായി കിട്ടുള്ളൂ. ഇത്തരം ക്യാൻസറുകൾ ഇപ്പോൾ ആമാശയത്തിലോ ഇതിൻ്റെ ഒന്നും ലക്ഷണങ്ങളൊന്നും അത്ര ഉണ്ടാവില്ല. അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് വളരെ കോംപ്ലിക്കേറ്റഡ്. ഏതൊരു സ്റ്റേജിലാണ് ഇതിപ്പോൾ എൻഡോസ്കോപ്പി ആണെങ്കിലും ഇത് ഈ ഒരു ഇതിലേക്ക് എനിക്ക് മനസ്സിലായി. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു മിസ്കൺസെപ്ഷനാണ്. അതായത് എനിക്ക് വയറുവേദനയില്ല, എനിക്ക് വെയിറ്റ് ലോസ് ഇല്ല, വെയിറ്റ് കുറയുന്നില്ല, എനിക്ക് അനീമിയ അത്ര ഒന്നുമില്ല, രക്തക്കുറവില്ല, പിന്നെ എനിക്ക് എങ്ങനെ ക്യാൻസർ ഉണ്ടാവുക? ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതൊരു നമ്മളൊരു 30 കൊല്ലം മുമ്പ് നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ, അതായത് ആൾ മെലിഞ്ഞു പോകുന്നു, ശരീരത്തിൽ രക്തക്കുറവുണ്ടാവുന്നു, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇതുപോലത്തെ ഈ 4 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ ഉള്ള ചെറിയ ക്യാൻസറുകൾക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല. അബ്സല്യൂട്ട്ലി ഒരു ലക്ഷണം ഉണ്ടാവില്ല. ഒരു ലക്ഷണം ഇല്ലാതെ തന്നെ അത് ആ സമയത്തൊന്നും ഉണ്ടാവില്ല. അതൊരു സിംറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു സൈസ് എത്തണം. മിനിമം ഒരു 2, 3, 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററൊക്കെ എത്തണം. ഇൻഫാക്ട് 15, 16 സെൻറ്റിമീറ്ററുള്ള ക്യാൻസറുകൾ പോലും ഒരു ലക്ഷണവുമില്ലാതെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ലക്ഷണങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇയാൾക്ക് ക്യാൻസർ ഉണ്ട്, ഇയാൾക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ അതിനൊരു യൂണിഫോം ക്രൈറ്റീരിയ വന്നിട്ടില്ല. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു യൂണിഫോം ക്രൈറ്റീരിയ വന്നിട്ടില്ല. പക്ഷേ ഓരോ രാജ്യത്തിനും ഓരോ പോളിസി ഉണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിൽ, US കൊളോൺ ക്യാൻസറുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 45 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാരിലും നിങ്ങൾക്ക് ലക്ഷണം ഉണ്ടെങ്കിലും ലക്ഷണം ഇല്ലെങ്കിലും ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും കൊളോണോസ്കോപ്പി ചെയ്യാൻ പറയും. അവർ എല്ലാ 10 വർഷം കൂടുമ്പോഴും കൊളോണോസ്കോപ്പി ചെയ്യാൻ പറയും. അതിനാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. പക്ഷേ എൻഡോസ്കോപ്പിക്ക് അവിടെ അങ്ങനെ ഒരു ഇതില്ല. കാരണം അവിടെ ആമാശയ ക്യാൻസറുകൾ കുറവാണ്. നേരെ തിരിച്ച് ജപ്പാനിൽ പോവും,
ജപ്പാനിൽ കൊളോൺ ക്യാൻസറുകൾ റിലേറ്റീവ്ലി കുറവാണ്, പക്ഷേ ആമാശയ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇതേപോലെ തിരിച്ച് വേറെ ക്രൈറ്റീരിയ ആണ്. അവർക്ക് പെപ്സിനോജൻ, കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും ക്രൈറ്റീരിയകളും ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് എൻഡോസ്കോപ്പി ചെയ്യും. അവിടെ ലക്ഷണങ്ങൾക്ക് വലിയ റോളില്ല, ലക്ഷണങ്ങൾക്ക് യാതൊരു റോളും ഇല്ല. ഇൻഫാക്റ്റ് ചൈനയിലും ഇതേപോലെ ക്രൈറ്റീരിയകളുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളൊരു ക്യാൻസർ രജിസ്ട്രി, അത് യൂണിഫോം ഒരു എല്ലാ ക്യാൻസറുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്യാൻസർ രജിസ്ട്രിയും പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡിയും, അതായത് ഈ ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ ഭാഗത്ത് ഇന്ന ക്യാൻസറുകളുണ്ട്, ചങ്ങരകുളം ഭാഗത്ത് ഇന്ന ക്യാൻസറുകളുണ്ട്, ഇങ്ങനെ നമ്മുടെ അടുത്തൊരു ഡേറ്റ വ്യക്തമായിട്ടില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ദഹനവ്യവസ്ഥയിൽ തന്നെ വരുന്ന അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചെറിയ മുഴകളൊക്കെ വരും അല്ലേ, പോളിപ്സ് ആയിട്ട് വരുന്ന, അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ? ഈ പോളിപ്സ് നമുക്ക് പലതരം പോളിപ്സ് ഉണ്ട്. രണ്ട് ഭാഗമായിട്ട് പറയാം. ഒന്ന് ആമാശയത്തിലെ പോളിപ്സ്, രണ്ട് വൻകുടലിലെ പോളിപ്സ്. അപ്പോൾ ആമാശയത്തിലെ പോളിപ്പുകൾ നമുക്ക് സാധാരണ എൻഡോസ്കോപ്പിയിൽ നോക്കുമ്പോൾ ഇത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പോളിപ്പാണോ, അതോ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത പോളിപ്പാണോ, അതോ ഭാവിയിൽ എപ്പോഴെങ്കിലും ക്യാൻസർ ആവാൻ സാധ്യതയുള്ള പോളിപ്പാണോ, ഈ 3 പോസിബിലിറ്റി ഉള്ളത്. ഈ 3 പോസിബിലിറ്റിയും തിരിച്ചറിയാൻ വളരെ പാടാണ് സാധാരണ എൻഡോസ്കോപ്പിയിൽ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ അവിടെയാണ് ഈ മാഗ്നിഫൈങ് എൻഡോസ്കോപ്പിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. നമ്മൾ മാഗ്നിഫൈങ് എൻഡോസ്കോപ്പിയിൽ NBI അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു പ്രത്യേക കളറിൽ, ബ്ലൂ കളറിലുള്ള ഒരു ലൈറ്റ് അതിന് മുകളിൽ ഷൈൻ ചെയ്തിട്ട് സൂം ചെയ്ത് എൻ്റെ അടുത്തേക്ക് പോയിട്ട് വളരെയധികം വലുതാക്കി കാണുമ്പോൾ കറക്റ്റായിട്ട് ക്യാൻസർ ആവാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ പ്രസൻസ് ഉള്ളതോ ആയ പോളിപ്പുകൾ ഉണ്ടാവും. അങ്ങനത്തെ പോളിപ്പുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. യാതൊരു രീതിയിലും ക്യാൻസർ ആവാൻ സാധ്യതയില്ലാത്ത പോളിപ്പുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഫണ്ടിക് ഗ്ലാൻഡ് പോളിപ്പ് എന്ന് പറയും. അങ്ങനത്തെ പോളിപ്പുകൾ ക്യാൻസർ ആവാൻ സാധ്യത വളരെ 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 വിരളമാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ക്യാൻസർ ആവാൻ സാധ്യതയില്ലാത്ത പോളിപ്പാണെങ്കിൽ അവിടെ ഒരു ബയോപ്സി പോലും എടുക്കേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ ഒപ്റ്റിക്കൽ ബയോപ്സി എന്ന് പറയും. അതായത് കാഴ്ചയിലൂടെ തന്നെയുള്ള ബയോപ്സി, ഒപ്റ്റിക്കൽ ബയോപ്സി. അതേസമയം ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണെന്ന് കരുതുക. അങ്ങനത്തെ മുഴയാവുമ്പോഴും അതിനും ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് ഇതാണ് മുഴയെങ്കിൽ ഈ മുഴയുടെ എല്ലാ ഭാഗത്തും ക്യാൻസർ ലക്ഷണം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു എഡ്ജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബയോപ്സി എടുക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കണം. നമ്മൾ ആ മുഴയുടെ ഇപ്പുറത്തുനിന്ന് എടുത്താൽ അത് ക്യാൻസർ ആവാൻ സാധ്യതയില്ല എന്നാണ് പെത്തോളജി റിപ്പോർട്ട് വരിക. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമുള്ള സൈഡിൽ നിന്ന് തന്നെ ബയോപ്സി എടുത്താലേ നമുക്കത് കണ്ടെത്താൻ കഴിയുള്ളൂ. നമ്മൾ ഇപ്പുറത്തുനിന്ന് ബയോപ്സി എടുത്താൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ചില ആൾക്കാർ ആക്ച്വലി നമ്മുടെ അടുത്ത് വരും. അതായത് ഡോക്ടർ, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് എൻഡോസ്കോപ്പി ചെയ്തിരുന്നു, ബയോപ്സി എടുത്തിരുന്നു, അതിൽ കുഴപ്പമുണ്ടായില്ല, പിന്നെ ഇപ്പോൾ എനിക്ക് എങ്ങനെ ക്യാൻസർ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെയാണ്. അപ്പോൾ ഒരു മുഴ തന്നെ, ഒരു പോളിപ്പ്, മുഴ ഉദ്ദേശിക്കുമ്പോൾ പോളിപ്പ് തന്നെ ഫുള്ളി ക്യാൻസറസ് ആവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ ക്യാൻസറസും ചില ഭാഗങ്ങൾ പ്രീ ക്യാൻസറസ് അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആവാനുള്ള റിസ്ക് ഉണ്ട്. ഈ തിരിച്ചറിവും ഏതാണ് പ്രോബ്ലമാറ്റിക് ഏരിയ, ഏതാണ് പ്രോബ്ലം ഇല്ലാത്ത ഏരിയ എന്നൊക്കെയുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാഗ്നിഫൈങ്ങിൽ വളരെ വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അത് ആമാശയത്തിൽ. ഇനി കുടലിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റാണ്. കുടലിലേക്ക് വരുമ്പോൾ പോളിപ്പുകളിൽ ഒട്ടുമിക്കതും പ്രീ ക്യാൻസറസ് പോളിപ്സാണ്. അഡിനോമ എന്ന് പറയും. അതായത് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള പോളിപ്പാണ്. അവിടെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് എത്ര വേഗം ഇവൻ ക്യാൻസർ ആവും, ടൈം എടുക്കുന്നു. നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ട് ഇത് ക്യാൻസറായി തീരാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര സമയമുണ്ട് നമുക്കിതിനെ പിടിക്കാനായിട്ട് എന്ന്. അപ്പോൾ ഇനി കൊളോണിലേക്ക് വരുമ്പോൾ പോളിപ്പിൻ്റെ കാര്യം ടോട്ടലി ഡിഫറെൻ്റാണ്. അവിടെ ഒട്ടുമിക്ക പോളിപ്പുകളും പ്രീ ക്യാൻസറസ് ആണ്. അതായത് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള പോളിപ്പാണ്. നമ്മളിതിനെ അഡിനോമ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും നോക്കണത് നമുക്ക് എത്ര സമയമുണ്ട് ഈ പോളിപ്പ് ക്യാൻസറായി തീരാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പോളിപ്പുകൾ, സെസൈൽ പോളിപ്പ് എന്ന് പറയും, അങ്ങനെ വലിയ പോളിപ്പുകൾ, അത് കുറച്ചും കൂടെ സമയം ഉണ്ടാവും നമുക്ക് ക്യാൻസർ ആവാനായിട്ട്. അതേസമയം ഫ്ലാറ്റ് പോളിപ്പുകൾ അല്ലെങ്കിൽ ഡിപ്രസ്ഡ്, താഴ്ന്നിരിക്കുന്ന പോളിപ്പുകൾ വളരെ ഡേഞ്ചറസ് ആണ്. അത് വളരെ വേഗം ക്യാൻസർ ആവും. അതിൻ്റെ ടൈപ്പുകൾ, പല ടൈപ്പ് ഉണ്ട്. ട്യൂബുലാർ, പാപ്പിലർ, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. ഈ ടൈപ്പുകളും നമുക്ക് മാഗ്നിഫിക്കേഷൻ എൻഡോസ്കോപ്പിയിൽ ഏകദേശം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ മാഗ്നിഫിക്കേഷൻ എൻഡോസ്കോപ്പിയിലൂടെ ഇതൊക്കെ കണ്ടെത്തി എന്ന് വിചാരിക്കുക, ഏത് രീതിയിലാണ് അത് നീക്കം ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ അന്നനാളം, ആമാശയം എടുക്കാം. അന്നനാളത്തിൽ ഉണ്ടാകുന്ന മിക്ക ക്യാൻസറുകളും സ്ക്വാമസ് സെൽ ക്യാൻസർ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ക്യാൻസറാണ്. അതിന് എൻഡോസ്കോപ്പിയിൽ, മാഗ്നിഫിക്കേഷൻ എൻഡോസ്കോപ്പിയിൽ പല ടൈപ്പ് ഉണ്ട്. B1, B2, B3 എന്നൊക്കെ നമ്മളതിന് ഒരു സ്റ്റേജ് പറയും. നമ്മുടെ ആമാശയത്തിലോ അന്നനാളത്തിലോ തൊലി എടുക്കുകയാണെങ്കിൽ അതിന് 4 പാളികളുണ്ട്. ഫസ്റ്റ് പാളി മ്യൂക്കോസ എന്ന് പറയും.
ഈ മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ക്യാൻസർ തുടങ്ങുന്നത്, ആരംഭം അവിടെ നിന്നാണ്. എൻ്റെ തൊട്ട് താഴെ സബ് മ്യൂക്കോസ എന്ന് പറയും. മ്യൂക്കോസിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പാളിയാണ്. അതൊരു സ്പോഞ്ച് പോലത്തെ സാധനമാണ്. അതിനകത്തേക്കാണ് ഈ ക്യാൻസർ സ്പ്രെഡ് ആവുക. വലുതാവുമ്പോൾ അങ്ങടേക്ക് സ്പ്രെഡ് ആവും. മൂന്നാമത്തേത് മസിൽ ലെയറാണ്, തൊലിൻ്റെ ഉള്ളിലത്തെ മസിൽ ലെയറാണ്. നാലാമത്തേത് സെറോസ, ചെറിയൊരു തിൻ മെംബ്രെയിൻ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ പാളി മ്യൂക്കോസയിലോ രണ്ടാമത്തെ സ്പോഞ്ച് പോലത്തെ സബ് മ്യൂക്കോസയിലോ ആണ് ട്യൂമറെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പിയിൽ എടുത്തു മാറ്റാം. ഈ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇതിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ അല്ലെങ്കിൽ ESD എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇതിൻ്റെ ഒരു വകഭേദമാണ് EMR, എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ. അതിനേക്കാളും ഒരു സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കാണ് ESD, എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ. റിസെക്ഷൻ. അപ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ, റിസെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്നെയർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, ഒരു വള്ളി പോലത്തെ ഒരു സാധനമാണ്, ഒരു ലൂപ്പ് പോലത്തെ. നമ്മുടെ കുടുക്കുണ്ടല്ലോ, കുടുക്ക്, ഈ കുടുക്ക് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ആ കുടുക്കിലേക്ക് നമുക്ക് കറണ്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് പോളിപ്പെങ്കിൽ ഈ കുടുക്ക് അതിന് ചുറ്റും ഇട്ടിട്ട് കട്ട് ചെയ്യാണ്. ഈ ട്യൂമർ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അത് ഉള്ളിൽ നിന്ന് താഴേക്ക് പെൻസിൽ പോലെ ഇറങ്ങണ്ടെങ്കിൽ കട്ട് ചെയ്താൽ ഇറങ്ങണ ഭാഗം കിട്ടില്ല, അത് അവിടെ നിന്ന് കട്ടാവും. നമ്മളൊരു ചെടിയുടെ വേര് താഴെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ വേരോടെ എടുക്കണമെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കളച്ചെടുക്കണം, ഇങ്ങനെ ചെത്തിയെടുക്കണം. ഈ ചെത്തിയെടുക്കുന്ന ടെക്നിക്കാണ് എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ. അതുതന്നെ പല പല ടെക്നിക്സ് ഉണ്ട്, പല പല വേരിയേഷൻസ് ഉണ്ട്, പല പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എങ്കിലും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഇതാണ് പോളിപ്പെങ്കിൽ, അതിൻ്റെ സൈഡിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ആ നേരത്തെ പറഞ്ഞ സ്പോഞ്ച് പോലത്തെ പാളിയിലേക്കാണ്, സബ് മ്യൂക്കോസയിലേക്കാണ്. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ സബ് മ്യൂക്കോസ അങ്ങ് വലുതാവും. നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങ് വലുതാവും. എന്നിട്ട് നമ്മൾ വളരെ ചെറിയ നൈഫുണ്ട്, 1.5 മില്ലിമീറ്റർ ലെങ്ത്തുള്ള നൈഫുണ്ട്, അത് വെച്ചിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം മൈക്രോസ്കോപ്പിക് സർജറീസാണ്. കട്ട് ചെയ്ത് നമ്മളൊരു സ്പേസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ എൻഡോസ്കോപ്പ് കൊണ്ടുപോയി ഇതിനിങ്ങനെ അടർത്തി അവസാനം ഈ ട്യൂമറും അതിൻ്റെ അടിയിലുള്ള ലെയറും മൊത്തം എടുത്ത് മാറ്റും. അടിയിലത്തെ മസിലിന് ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി പോയിൻ്റ്. അടിയിലത്തെ മസിലിന് ഇഞ്ചുറി ഉണ്ടായാൽ അത് നേരെ ഹോളായി, പിന്നെ അത് പ്രോബ്ലം. പിന്നെ അങ്ങനെ വന്നാൽ ആ ഹോളിന് നമുക്ക് ഡീൽ ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്, പക്ഷേ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എമർജൻസി സർജറി വേണ്ടി. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ക്യാൻസറിന് ഉണ്ടാകുന്ന ഒരു സർജറിയും ഈ തരത്തിൽ നമ്മൾ എടുത്തു മാറ്റുന്നതും തമ്മിൽ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ എത്ര സമയമെടുക്കും? നമുക്ക് ഓരോ അവയവത്തിൽ നോക്കാം. അന്നനാളത്തിലാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് പേഷ്യൻറ്റിന് 2 ദിവസം കൊണ്ട് തന്നെ വായിലൂടെ ഭക്ഷണം കഴിക്കാം, വീട്ടിലേക്ക് പോകാം, സാധാരണ ജോലി ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ എൻഡോസ്കോപ്പിൽ ചെയ്യുന്ന സർജറികൾ, അത് അന്നനാളത്തിലാണെങ്കിലും ആമാശയത്തിലാണെങ്കിലും ചെറുകുടലിലാണെങ്കിലും വൻകുടലിലാണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ എൻഡോസ്കോപ്പി കഴിഞ്ഞ പോലെ ഉണ്ടാവുള്ളൂ. വേദന ഉണ്ടാവില്ല, മുറിവ് ഉണ്ടാവില്ല, നീർക്കെട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർക്കൊരു സാധാരണ എൻഡോസ്കോപ്പി കഴിഞ്ഞ് ഒരു പ്രൊസീജിയർ ചെയ്തു എന്ന് തോന്നുക പോലുമില്ല, അറിയുക പോലുമില്ല. അതാണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് പ്രായമായ ആൾക്കാരിൽ. ഒരു മൾട്ടിപ്പിൾ വേറെ അസുഖങ്ങൾ, ഉദാഹരണത്തിന് കാർഡിയക് ഡിസീസ്, റീനൽ ഡിസീസ്, കിഡ്നി ഡിസീസ്, വേറെ പല പല അസുഖങ്ങളുണ്ട്. അപ്പോൾ മേജർ സർജറീസ് പോസിബിൾ ആവില്ല അങ്ങനത്തെ ആൾക്കാരിലേക്ക് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഒരു സർജിക്കൽ റിലേറ്റഡ് കൊമോർബിഡിറ്റികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരുപാട് മോർബിഡിറ്റിയിൽ നിന്നും ഒരുപാട് നമുക്ക് ഇതിനകത്ത് മാറ്റമുണ്ട്. ഇനി ആമാശയ ക്യാൻസർ ആണെങ്കിൽ നമ്മളൊരു 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ദിവസം തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ പറയും. കുടലാണെങ്കിൽ വളരെ രസമാണ്, നെക്സ്റ്റ് ഡേ കഴിച്ചോളൂ. നെക്സ്റ്റ് ഡേ അതിനകത്ത് വേറെ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. നെക്സ്റ്റ് ഡേ കഴിക്കുക. 3rd ഡേ ഡിസ്ചാർജാണ്. 3rd ഡേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് പറഞ്ഞെങ്കിലും വീണ്ടും വരാനുള്ളൊരു സാധ്യത എത്രത്തോളം? അതും നല്ല ചോദ്യമാണ്. അപ്പം എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ ഇനി ഇത് ഉണ്ടാവുമോ? ന്യായമായിട്ടുള്ള ചോദ്യമാണ്, അങ്ങനെയാണ് എല്ലാവർക്കും തോന്നുന്നത്, ഇത് ഉണ്ടായിക്കൂടെ എന്ന് തോന്നും. അപ്പോൾ ഇതിനകത്ത് ഒരു കൺസെപ്ച്വൽ പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മളൊരു ട്യൂമറിനെ ഫുള്ളായി എടുത്ത് മാറ്റിയാൽ അതേ സ്ഥലത്ത് ആ ട്യൂമർ പിന്നെ ഉണ്ടാവില്ല. ഫുള്ളായി എടുത്ത് മാറ്റിയാൽ, അതിനെ പകുതി എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ ഫുള്ളായി എടുത്ത് മാറ്റാതിരിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായിട്ട് പിന്നെ ഉണ്ടാവും. അല്ല, നമ്മൾ ഫുള്ളായി എടുത്ത് മാറ്റിയാൽ ആ ട്യൂമർ പിന്നെ അവിടെ ഉണ്ടാവില്ല. പക്ഷേ ആ രോഗിക്ക് ആ ട്യൂമർ വരാൻ ഓരോ കാരണങ്ങളുണ്ട്, അല്ലേ? ജനിതകമാവാം, അയാളുടെ ജീവിതശൈലി ആവാം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ മിക്ക ആൾക്കാരിലും ജനിതകമാണ്. ആ കാരണം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമാശയത്തിലാണെങ്കിൽ ആമാശയത്തിന് വേറെ ഭാഗത്ത് പിന്നെ ട്യൂമർ ഉണ്ടാവാം, കുടലിലാണെങ്കിൽ കുടലിന് വേറെ ഭാഗത്ത് പിന്നെ ട്യൂമർ ഉണ്ടാവാം. അപ്പോൾ ആ ട്യൂമർ അവിടെ ഉണ്ടാവില്ല, അതെടുത്ത് മാറ്റാണ്. പക്ഷേ ഇതേ പ്രശ്നം സർജറിയിലും ഉണ്ട്.
സർജറി ചെയ്യുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ആമാശയ ക്യാൻസർ ഇപ്പോൾ ആമാശയം മൊത്തം എടുത്ത് മാറ്റിയാൽ പിന്നെ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല, അത് ശരിയാണ്. പക്ഷെ അന്നേരം ആമാശയം മൊത്തം എടുത്ത് മാറ്റേണ്ടി വരും. കുടലാണെങ്കിൽ നമ്മൾ മിക്ക കുടൽ ക്യാൻസറുകളും മൊത്തം കുടലെടുത്ത് മാറ്റാറില്ല, ഒരു ഭാഗം എടുത്ത് മാറ്റാറുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കുടലിൽ പിന്നെയും ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് ഉണ്ട്, ഇല്ല പറയുന്നില്ല. പക്ഷേ ആ റിസ്ക് ആ ട്യൂമറിനല്ല, വേറൊരു ട്യൂമർ ഉണ്ടാവാനുള്ള റിസ്ക്കാണ്. അപ്പോൾ അത് എപ്പോഴും മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ്. യെസ്. അപ്പോൾ അതിന് നമുക്ക് അവിടെയും മെഡിക്കൽ സയൻസിന് ഓരോ കറക്റ്റ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ആ ട്യൂമറിൻ്റെ ടൈപ്പ് എന്താണ്, ട്യൂമറിൻ്റെ സ്റ്റേജ് എന്താണ്, ട്യൂമറിന് കീമോതെറാപ്പി കൊടുക്കേണ്ടി വന്നിരുന്നോ ഇല്ലയോ, കീമോതെറാപ്പി കൊടുത്തിരുന്നെങ്കിൽ എത്ര സൈക്കിളോ എത്ര സമയമെടുത്തു അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മളൊരു സ്ക്രീനിങ് പ്രോട്ടോക്കോളിലേക്ക് ഇടും പേഷ്യൻറ്റിനെ. അപ്പോൾ ചില പേഷ്യൻസിന് എല്ലാ വർഷവും കൊളോണോസ്കോപ്പി ചെയ്യാൻ പറയും, ചില പേഷ്യൻസിന് 3 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി പറയും, ചിലർക്ക് 5 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി പറയും. അങ്ങനെ ഓരോ പ്രോട്ടോക്കോൾസ് ഉണ്ട്, അതിന് പല പല ക്രൈറ്റീരിയകളുണ്ട്. അങ്ങനെ നമ്മൾ തീരുമാനിക്കാം. ഈ പിന്നെയും കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പിയും ചെയ്യാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എർലി ക്യാൻസർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ അപ്പോൾ തന്നെ എടുത്ത് മാറ്റാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ അസുഖം വരാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പല രീതിയിലും ആളുകൾ ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? മിക്ക ക്യാൻസറുകൾക്കും ഒരു സോർട്ട് ഓഫ് ജനറ്റിക് റീസൺ ഉണ്ട്, എന്തെങ്കിലും ഒരു ജനറ്റിക് റീസൺ ഉണ്ടാവും. അതിന് നമ്മൾ ഹെറിഡിറ്ററി, അത് പാരമ്പര്യത്തിൽ വേണം നിർബന്ധമില്ല, അതിന് എന്തെങ്കിലും ഒരു ജനറ്റിക് കോമ്പണൻ്റ് അവിടെ ഉണ്ടാവും. സ്പൊറാഡിക് മ്യൂട്ടേഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ജനിതക കോഡിൽ, ജനറ്റിക് കോഡിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങളാണ് ഈ ക്യാൻസറുകളൊക്കെ ഉണ്ടാവാൻ കാരണം. അതിന് എക്സാക്ട്ലി ബിയർ കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പുകവലിച്ചുകൊണ്ടോ ആണത് ഉണ്ടായത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പുകവലിയും ആൽക്കഹോളും ഒക്കെ ഡെഫിനറ്റ്ലി ക്യാൻസർ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള സാധനങ്ങൾ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ഒന്ന് ഈ പുകവലി മദ്യപാനമൊക്കെ ഉണ്ടാവാതിരിക്കുക. രണ്ടാമത്തേത് ധാരാളം വെജിറ്റബിൾസ്, കൂടുതലും ഫൈബറൊക്കെ ഉള്ള വെജിറ്റബിൾസ്, പല കളറിലുള്ള വെജിറ്റബിൾസ്. ഈ ഓരോ കളറിലും ഓരോ തരം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ പല കളറിലുള്ള വെജിറ്റബിൾസ് കഴിക്കുക. അഡിക്വേറ്റ് പ്രോട്ടീൻ എടുക്കുക, നമ്മൾ വ്യായാമമൊക്കെ ചെയ്യുക, പ്ലസ് അതനുസരിച്ചുള്ള പ്രോട്ടീന് ഓരോ പ്രായത്തിലും ഓരോ കണക്കുണ്ട്, പ്രായത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ എടുക്കുക. നാലാമത്തേത് ഹെൽത്തി സ്ലീപ്പ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഉറക്കം വല്ലാതെ കൺസിസ്റ്റൻ്റായി കുറയുന്ന ആൾക്കാരിൽ എപ്പോഴും സ്ട്രെസ് ലെവൽസ് ഹൈ ആയിരിക്കും. ഈ സ്ട്രെസ് ലെവലും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് പല ക്യാൻസറുകൾ ഉണ്ടാകാനായിട്ട്. എനിവേ താങ്ക് യു ഡോക്ടർ. ദഹന വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ക്യാൻസറുകളും അതിൻ്റെ ആധുനിക ചികിത്സയും കണ്ടെത്താനുള്ള മാർഗങ്ങളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിച്ചത്. നല്ല ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ തന്നെ പറഞ്ഞു തന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.